Hi guys, welcome back to my YouTube channel. This channel ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ you're most welcome to my channel. എൻ്റെ പേര് അഞ്ജു. As the title suggests, ഇന്നൊരു 2020 roundup kind of video ആണ്. So, how was my 2020? അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ ഒരു കൊളാബറേഷൻ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ കൊളാബറേറ്റ് ചെയ്യുന്ന രണ്ട് ബ്യൂട്ടിഫുൾ പീപ്പിൾ ആയിട്ടാണ്. ഫസ്റ്റ് വൺ ഈസ് ഗേൾ ഓൺ ബീറ്റ്സ്, ഐന. So, Aina and her sister and സ്വന്തം sister. So, she's a teenager. She's more active in TikTok and Instagram. In her channel, she does more of vlogs and makeup looks. So, if you like those content, definitely check her channel out. We collaborate with Ina Dots. Ina Dots manage Vivina. Vivina is my friend. So, more than friend, she's like family to me. അപ്പം അവളായിട്ടാണ് നമ്മൾ രണ്ടാമത് കൊളാബറേറ്റ് ചെയ്യുന്നത്. അവൾ ഇതിനു മുമ്പ് എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓണം മേക്കപ്പ് ലുക്കിന് ഉണ്ടായിരുന്ന ഫേസാണ് ഈ വിവിന. സോ അവളുടെ യൂട്യൂബ് ചാനൽ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഡോട്ട് ആർട്സിലാണ്. ഷീ ഈസ് മോർ ആക്റ്റീവ് ഇൻ ഇൻസ്റ്റാഗ്രാം. ഷീ ഈസ് ആൻ ആർട്ടിസ്റ്റ് ബേസിക്കലി. ഷീ ഡസ് സ്റ്റിപ്ലിംഗ് ഡോട്ട് ആർട്സ്. സോ ആർട്ട് വർക്ക്സിലൊക്കെ ഇഷ്ടമുള്ളവർ ഡെഫിനറ്റ്ലി ചെക്ക് എ വീഡിയോ ഔട്ട് ആൻഡ് ഷീ ഡസ് സം വ്ളോഗ്സ് ടു. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടമുള്ളവർ ഡെഫിനറ്റ്ലി ചെക്ക് ചാനൽ ഔട്ട്. ഞാനിവർ രണ്ടുപേരുടെയും ചാനൽ ലിങ്ക്സും കൊളാബറേറ്റഡ് വീഡിയോ ലിങ്കും പിന്നെ അവരുടെ രണ്ടുപേരുടെയും ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ എന്തായാലും അതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇവർ രണ്ടുപേരുടെയും ചാനലിൽ ഇംഗ്ലീഷിലാണ് ഇവർ ചെയ്യുന്നത്. സോ കുറച്ചുകൂടെ ഇംഗ്ലീഷ് കംഫർട്ടബിൾ ആയിട്ടുള്ളവർക്കൊക്കെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാനൽസ് ആണ്. സോ എന്തായാലും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഒന്ന് നോക്കാം അല്ലേ. ഹായ് ബ്യൂട്ടിഫുൾ പീപ്പിൾ. ഹേ ഗൈസ്, ഇപ്പോൾ ശരി. ഹേ ഗൈസ്, ഞാൻ ഗേൾ ഓൺ ബീറ്റ്സ്. ഐ എം ഐന. ഞാൻ എൻ്റെ ചേച്ചീൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ്. എന്നെ മിക്കവാറും നിങ്ങൾ മുമ്പേ കണ്ടു കാണില്ല എൻ്റെ ചേച്ചീൻ്റെ ചാനലിൽ. ബിക്കോസ് ഞാൻ നാട്ടിലല്ല, ഞാൻ ഖത്തറിലാണ്. സോ യാ, ആൻഡ് ഞാൻ ഈ കൊളാബിന് വേണ്ടി എത്ര കാത്തുക്കുമായിരുന്നല്ലോ. എനിക്ക് കൊളാബ്സൊക്കെ നല്ല ഇഷ്ടമാണ്. സോ അത് കാരണം എനിവേസ് എൻ്റെ ചാനലിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ചേച്ചിൻ്റെ മാതിരിയല്ല കേട്ടോ, സ്കിൻ കെയറും അതുമാതിരി ഒന്നുമല്ല. പക്ഷെ ഞാൻ ഒത്തിരി മേക്കപ്പ് ലുക്സ് ഒക്കെ ട്രൈ ചെയ്യും. മേക്കപ്പ് വീഡിയോസ് ഒത്തിരി ഉണ്ടാക്കും. ഡാൻസ് വീഡിയോസും ചെയ്യും. പിന്നെ വ്ളോഗ്സ്, ഒത്തിരി ബ്ലൂപ്പേഴ്സ്, അങ്ങനത്തെ കൈൻഡ് ഓഫ് ഫണ്ണി വീഡിയോസാണ് ഞാൻ ചെയ്യാറ്. ഒത്തിരി സീരിയസ് ടൈപ്പ് അല്ല. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ദെൻ മേക്ക് ഷുവർ ടു ചെക്ക് മൈ ചാനൽ ഔട്ട്. അത് മാത്രമല്ല, മലയാളത്തിലല്ല കേട്ടോ, ഇംഗ്ലീഷിലായിരിക്കുമേ. സോ യാ, ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. സോ അപ്പോൾ അത്രയും മാത്രമേ പറയാനുള്ളൂ. ഹോപ്പ് യു ഗൈസ് ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് ബൈ. Hello everyone. Let me begin by wishing you all a very healthy and happy new year. So let me introduce myself. I'm Vivina Sharan and I have a channel named Ina Dots, and I post mostly vlogs and my stippling art time lapses there, and I've also posted a video on what is stippling and all. If you guys are interested in funny vlogs and stippling art, don't forget to subscribe to my channel. Do check it out. The link will be given below. The first time I was shown in YouTube was on Anju's channel, and recently I was featured in Aina's channel also. So this is the first time we three are doing a collab together, and I'm so very excited for this. We have been planning for this collab since long, and I am very excited to see how this is going to turn out. So that's it. So let's start. So thank you so much Vivina and Aina for collaborating with me in this video. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. എന്താണ് ഇന്നത്തെ വീഡിയോ? നിങ്ങൾക്ക് ടൈറ്റിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. സോ ഇൻ ദിസ് വീഡിയോ വാട്ട് വി ഹാവ് ഡൺ ഇസ്, ഞങ്ങൾ 3 പേരും കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് ഒരു 10 ക്വസ്റ്റ്യൻസ് ഫോം ചെയ്തിട്ടുണ്ട്. സെൽഫ് ക്വസ്റ്റ്യനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു നല്ല കുറച്ച് ക്വസ്റ്റ്യനാണ്. ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ, ദാറ്റ് ഈസ് തിങ്സ് ടു ഡു ബിഫോർ 2021. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു പോയിൻ്റാണ് ഗെറ്റ് ടു നോ യുവർ സെൽഫ്. സോ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങൾ ഈ വീഡിയോന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ സെലക്ട് ചെയ്ത 10 ക്വസ്റ്റ്യൻസ് വിൽ ബി ആൻസറിങ്. ഈ വീഡിയോ മറ്റ് 2 ചാനലിലും ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ ഈ വീഡിയോന് ശേഷം അവരുടെ വീഡിയോസ് കൂടെ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. വി ആർ ഓൾ സ്മോൾ ഗ്രോയിങ് യൂട്യൂബേഴ്സ്. സോ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് എല്ലാം. സോ എന്തായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.
ഓക്കെ, അപ്പം പരിപാടിയെല്ലാം മനസ്സിലായല്ലോ. വി ഹാവ് 10 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, വിൽ ബി ആൻസറിങ് ദോസ് ക്വസ്റ്റ്യൻസ്. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ചറവറ നിർത്തിയിട്ട് നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം അല്ലേ? ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഡിസ്ക്രൈബ് 2020 ഇൻ 3 words. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 2020 ഒരു 3 വാക്കിൽ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയും ന്യൂ, ഡിഫറെൻറ്റ് ആൻഡ് ഫൺ. ഇത് 3 ആയിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. ഐ ഹാവ് മൈ ഓൺ ആൻസേഴ്സ് ഫോർ ദിസ്. ലൈക്ക് ഞാൻ എന്താ അത് പറയാൻ കാരണം എന്നുള്ളത്, ഇറ്റ് വാസ് സംതിങ് ന്യൂ അല്ലേ. നമുക്ക് ഈ ഹോൾ സിറ്റുവേഷൻ, ദിസ് ഇസ് നോട്ട് സംതിങ് വി ഹാവ് ഡെൽറ്റ് വിത്ത് ബിഫോർ. സോ ദിസ് ഹോൾ സിറ്റുവേഷൻ വാസ് സംതിങ് ന്യൂ ആൻഡ് സംതിങ് ഡിഫറെൻറ്റ് ടു. ഫണ്ണെന്ന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ദി ഹോൾ ക്വാറന്റൈൻ അബൌട്ട് 6 to 8 months ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒന്നിച്ചാണ് താമസിച്ചിരുന്നത്. ദാറ്റ് ഈസ് ഈ ഈന ഡോട്ട്സ് വിവിനെയും അവളുടെ സിസ്റ്റർ വെനീഷ, ഞങ്ങൾ 3 പേരും ഒന്നിച്ചാണ് താമസിച്ചിരുന്നത്. സോ ഇറ്റ് വാസ് ഗ്രേറ്റ് ഫൺ ടു ഹാവ് ദം ടുഗെദർ ആൻഡ് ബി വിത്ത് ദം ആഫ്റ്റർ സോ ലോങ് ടൈം. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫൺ എന്ന് കൂടെ പറയാൻ കാരണം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. വാട്ട് വേർ യുവർ തോട്ട്സ് ഡ്യൂറിങ് ദി ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ദി പാൻഡമിക്? സോ ഇതിലെനിക്ക് സ്റ്റോറി പറയാനുണ്ട്. ഈ വർഷത്തിൻ്റെ തുടക്കം ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അനുപമ, സോ ഞങ്ങൾ 2 പേരും കൂടെ ഇൻറ്റേൺഷിപ്പിന് പോയിട്ടുണ്ടായിരുന്നു കൊച്ചിയിൽ. Jan-mid to February 1st week അത്രയും നാൾ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഐ ഹാഡ് ദി ടൈം ഓഫ് മൈ ലൈഫ്, അങ്ങനെ തന്നെ പറയണം. വി എൻജോയ്ഡ് എ ലോട്ട്. ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന ചേച്ചിയും ചേട്ടനും എവറി വൺ വാസ് ലൈക്ക് കൊച്ചി അടിപൊളിയാണ് കേട്ടോ. സോ എനിക്ക് നല്ല ഇഷ്ടമായി കൊച്ചി, എറണാകുളം ആ ഏരിയ ഒക്കെ. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തൊരു പീരീഡാണ്. ആ സമയത്താണ് ഈ കൊറോണ സംഭവങ്ങളൊക്കെ ചെറുതായിട്ട് പൊട്ടിമുളയ്ക്കാൻ തുടങ്ങിയത്. ആ സമയത്ത് ആക്ച്വലി ആരും അത്ര കാര്യമാക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പം വി ആർ ഓൾസോ ലൈക്ക് അങ്ങനെ വലിയ മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഫെബ്രുവരി തിരിച്ചു വന്നു, മാർച്ചിൽ ക്ലാസ് തുടങ്ങി. സോ എല്ലാവരും അവനവൻ്റെ ലൈഫ് അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് മാസ്ക് ഇടുന്നത് വാസ് ലൈക്ക് സംതിങ് ഓക്വേർഡ്. ഇവിടെ കർണാടകയിൽ ലോക്ക്ഡൗൺ ആവുന്നതിന് മുമ്പ്, ദാറ്റ് ഇസ് മാർച്ച് ലാസ്റ്റ് വീക്കാണ് ലോക്ക്ഡൗൺ ആയത്. സോ ലോക്ക്ഡൗൺ ആവുന്നതിന് തൊട്ട് മുമ്പേ വി ഹാഡ് എ നാഷണൽ ലെവൽ മൂഡ് കോർട്ട് കോമ്പറ്റീഷൻ ഇൻ അവർ കോളേജ്. അപ്പം ഒരു നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് വി ന്യൂ എവറി വൺ ഫ്രം അറൌണ്ട് ദി കൺട്രി ഈസ് ഗോണ കം, ബട്ട് സ്റ്റിൽ മാസ്ക് ഇടുക എന്ന് പറയുന്നത് എന്തോ ഒരു ചമ്മലുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്തൊന്നും ആരും മാസ്ക് ഇടുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ആ ഇവൻറ്റ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ദിവസം പെട്ടെന്ന് ഗവൺമെൻറ് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. സോ എല്ലാവരും വീട്ടിലായി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ടു ബി ഓണസ്റ്റ്. പക്ഷേ ഇത്രയും നാൾ അത് നീണ്ടു നിൽക്കുന്നതെന്ന് ആരും പ്രതീക്ഷിച്ചതല്ലല്ലോ. ആ സമയത്താണ് എൻ്റെ ഫ്രണ്ട്സ് എന്നെ ജോയിൻ ചെയ്തത് ഈ നാഷണൽ ലോക്ക്ഡൗൺ ആവുന്നതിന് മുന്നേ. അവരും എൻ്റെ കൂടെ സ്റ്റേ ചെയ്യാൻ വന്നു. അപ്പോഴത്തേനും പിന്നെ നാഷണൽ ലോക്ക്ഡൗൺ ആയി. പിന്നെ ഞങ്ങൾ 3 പേരും ഒന്നിച്ച് ഇവിടെ തന്നെയായി. സോ അതാണ് ചെറിയൊരു സ്റ്റോറി. അത് ഇനീഷ്യൽ സ്റ്റേജിലൊന്നും എനിക്കൊന്നും അതേക്കുറിച്ചുള്ള ഒരു സീരിയസ്നെസ്സോ സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. പാരൻസ് പറഞ്ഞു വീട്ടിലിരിക്കണം, ലോക്ക്ഡൗൺ ആയി, പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. സോ വീട്ടിലിരുന്നു, ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് ഞങ്ങളോട് അടിച്ചു പൊളിച്ചു, അത്ര തന്നെ. എനിക്ക് കൂടുതൽ ഇനീഷ്യൽ സ്റ്റേജിൽ ഇതേപറ്റിയുള്ളൊരു തോട്ട് പോലും അത്രയും വന്നിട്ടില്ല. അതാണ് സത്യം. എനിക്കൊന്നും എന്നെ പോലുള്ള കുറേ പേരും അങ്ങനെ തന്നെ ആയിരിക്കും. ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല, ബട്ട് അതർ ദാൻ ദാറ്റ് അത്ര ഒരു സീരിയസ്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് ആ ഒരു സീരിയസ്നെസ് ഒക്കെ വന്നു തുടങ്ങിയത്. അപ്പം അതാണ് എൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ദിസ് പാൻഡമിക് സ്റ്റോറി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ഇസ്, വാട്ട് ആർ ദി ന്യൂ ചേഞ്ചസ് ഓർ ന്യൂ തിങ്സ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ യുവർ ലൈഫ് ഇൻ 2020? സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഞാനും എൻ്റെ സിസ്റ്ററും ഞങ്ങൾ 2 പേരാണ്. ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ലൈക്ക് സ്റ്റേയിങ് ഇൻ ഫാമിലി ഈസ് സംതിങ് ഡിഫറെൻറ്റ് അല്ലേ. പക്ഷേ ആഫ്റ്റർ ദാറ്റ് ഞാനിവിടെ പഠിക്കാൻ വന്നപ്പം പിന്നെ ഞാനും എൻ്റെ അച്ഛനുമായി. സോ വീട്ടിൽ തന്നെ നിന്ന്, അല്ലെങ്കിൽ ഒരു റൂം ഫോർ മൈ സെൽഫ്, എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് കിടക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു മാറ്ററൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഈ കൊറോണ സമയത്ത് ഐ ഗോട്ട് ടു സ്റ്റേ വിത്ത് 2 people. ദാറ്റ് ഈസ് 2 people is less, I know. എനിക്ക് ഹോസ്റ്റൽ എക്സ്പീരിയൻസോ അങ്ങനെ ആരുടെയും കൂടെ കുറേ നാൾ, ദാറ്റ് ഈസ് ഇത്രയും നാൾ നിന്നിട്ടുള്ളൊരു ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് സംതിങ് ദാറ്റ് ഹാപ്പൻഡ് ന്യൂ ബിയോണ്ട് ദിസ് ലോക്ക്ഡൗൺ ആൻഡ് അങ്ങനത്തെ സിറ്റുവേഷൻ അല്ലാണ്ട് സംതിങ് ദാറ്റ് ഹാപ്പൻഡ് വെരി ന്യൂ ഇൻ മൈ ലൈഫ് വാസ് സ്റ്റേയിങ് വിത്ത് ദോസ് 2. ഞങ്ങൾ ഇടയ്ക്ക് ചെറുപ്പത്തിൽ ഞങ്ങൾ 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ ഒന്നിച്ച് നിൽക്കാറുണ്ടായിരുന്നു. ബട്ട് ദാറ്റ് ഇസ് ലൈക്ക് പാരൻസ് ഒക്കെ ഉണ്ടാവും, നമ്മൾ കളിച്ച് നടക്കും, അങ്ങനെയായിരുന്നല്ലോ. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അവർ കൂടെ വന്നപ്പം we were having so much of responsibilities too. So we were sharing one room for long. 3 പേര് ഒരു റൂമിൽ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടുത്തം, അത് ഇത്, അടി ചിരി കളി എല്ലാം ഉണ്ടായിരുന്നു.
ഇറ്റ് വാസ് സൂപ്പർ ഫൺ. എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ദിസ് ഇസ് സംതിങ് ന്യൂ ഫോർ മീ, ദാറ്റ് ഇസ് സ്റ്റേയിങ് വിത്ത് സോ മെനി പീപ്പിൾ ഫോർ സോ ലോങ്. ദിസ് ഇസ് സംതിങ് ന്യൂ ഫോർ മീ ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. അവരുടെ കൂടെ നിന്ന് കുറേ പേരുണ്ടാകുമ്പോൾ അവരുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവാതെ നോക്കി, ഇൻ ദി സെയിം ടൈം ഡൂയിങ് ഓൾ ദി റെസ്പോൺസിബിലിറ്റീസ്, ദാറ്റ് ഇസ് ഹൗസ് ഹോൾഡ് വർക്ക്സ് ഒക്കെ ഞങ്ങൾ 3 പേരും ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്, കുക്കിംഗ്, ക്ലീനിങ് എല്ലാം. സോ ഒരു ഫൈറ്റോ കാര്യങ്ങളോ ഒന്നും വരാണ്ട് ഭംഗിയായിട്ട് ഇത്രയും നാൾ ഞങ്ങൾക്ക് കഴിയാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമാണ്. സോ എനിക്കൊന്നും അങ്ങനെ ഞങ്ങൾ സ്റ്റേ ചെയ്തുകൊണ്ട് അവർ റിലേഷൻഷിപ്പ് ഓർ അവർ ബോണ്ട് ഹാസ് സ്ട്രെങ്തൻഡ് ടു അനദർ ലെവൽ. എനിക്ക് എന്തോ ഈ വർഷം പുതിയതായിട്ട് തോന്നിയത് അത് തന്നെയാണ് കേട്ടോ, സ്റ്റേയിങ് വിത്ത് മൈ ഫ്രണ്ട്സ്, ബിക്കോസ് ഇറ്റ് ഈസ് സംതിങ് ന്യൂ ദാറ്റ് ഐ ഹാവ് നോട്ട് എക്സ്പീരിയൻസ്ഡ് ബിഫോർ. അപ്പം അത് തന്നെയാണ് എൻ്റെ 2020 സംതിങ് ന്യൂ. So 4th question is, what new habits did you start and what are you going to continue doing? സോ ഈ വർഷം ഞാൻ സ്റ്റാർട്ട് ചെയ്ത അല്ലെങ്കിൽ സ്ട്രിക്ട്ലി ഫോളോ ചെയ്ത ഒരു സംഭവമാണ് പ്ലാനിങ്. ഈ വർഷം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കാര്യമാണ്. ഇതിനു മുമ്പും ഞാൻ ചെറുതായിട്ട് ഫിനാൻഷ്യൽ പ്ലാനിങ് ഒക്കെ ചെയ്യുമായിരുന്നു. ദാറ്റ് ഈസ് ഇത്ര പൈസ മുടക്കി ഇത്ര പൈസ വന്നു എന്നൊക്കെ ഉള്ളത് എഴുതി വെക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുമായിരുന്നു. ബട്ട് ഈ വർഷമായിരുന്നു സ്ട്രിക്ട്ലി ഞാൻ പ്ലാനിങ്ങിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് പ്രോപ്പറായിട്ടൊരു പ്ലാനൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ഒരു ബേസിക് ഒരു പ്ലാനർ വാങ്ങിച്ചു, അതിൽ എഴുതാൻ തുടങ്ങി, ഇങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്ത് ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് ഇറ്റ് ബിക്കെയിം എ പാർട്ട് ഓഫ് മൈ ലൈഫ്. പിന്നെ യൂട്യൂബ് കൂടെ സ്റ്റാർട്ട് ചെയ്തപ്പം ഇറ്റ് ബിക്കെയിം എ നെസസിറ്റി ഇൻ മൈ ലൈഫ്. സോ പ്ലാനിങ് ആണ് ഒരു പുതിയൊരു ഹാബിറ്റായിട്ട് ഞാൻ ഇൻകോപ്പറേറ്റ് ചെയ്തത്. ആൻഡ് ദെൻ മേക്കിംഗ് എ റുട്ടീൻ, അതും ഒരു കാര്യം തന്നെയാണ്. ദാറ്റ് ഇസ് ഒരു മോർണിംഗ് റുട്ടീൻ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഈവനിങ് റുട്ടീൻ ഫോളോ ചെയ്യുക, ഒരു സെൽഫ് കെയർ റുട്ടീൻ ബിൽഡ് ചെയ്യുക. ആ ഒരു സംഭവം ഇസ് ഓൾസോ സംതിങ്. പ്ലാനിങ് ആൻഡ് ദിസ് റുട്ടീൻ, ദോസ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഇത് രണ്ടുമായിരുന്നു എൻ്റെ ലൈഫിൽ പുതുതായിട്ട് വന്ന ഒരു ഹാബിറ്റ് ആൻഡ് സംതിങ് ദാറ്റ് ഐ എം ഗോയിങ് ടു ഫോളോ ത്രൂ ഔട്ട് ദി ഇയേഴ്സ്. അടുത്തത് 5th question. How are you different than a year ago? I think Anju before 2020 till 2019 was a weak person. Like ഒരു ഇമോഷണലി ആണെങ്കിലും അതെ പെട്ടെന്ന് എഫക്റ്റഡ് ആവും, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് വിഷമാവും, അല്ലെങ്കിൽ പെട്ടെന്ന് കരയും, ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആളായിരുന്നു. ബട്ട് നൗ ഐ ആം എ സ്ട്രോങ്ങർ പേഴ്സൺ എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. കോയിൻസിഡൻ്റ് ആയിട്ട് സംഭവിച്ചൊരു സംഭവം എന്നല്ല, ഇത് ഞാൻ തന്നെ ട്രെയിൻ ചെയ്ത് സംഭവിച്ചതാണ്. ദറ്റ് ഈസ് ഐ ടോൾഡ് മൈ സെൽഫ്, യു നീഡ് ടു ബി സ്ട്രോങ്, യു ഷുഡ് നോട്ട് ബി എഫക്റ്റഡ് ബൈ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും, ഷുഡ് നോട്ട് സ്പോയിൽ യുവർ മൂഡ് എന്നുള്ളത് ഞാൻ സ്വന്തം ഇൻകോപ്പറേറ്റ് ചെയ്തൊരു സംഭവമാണ് ബീയിങ് എ സ്ട്രോങ്ങർ പേഴ്സൺ എന്നുള്ളത്. Even now I have not reached the desired level, but still I am working on it. പിന്നെ ഇൻ ജനറൽ ഐ ബിക്കെയിം എ ലിറ്റിൽ മോർ എന്താ പറയുക, ഒരു ബെറ്റർ പേഴ്സൺ എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും കുറച്ച് കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെക്കാനും ഒക്കെ പഠിച്ചു എന്ന് തോന്നുന്നു. ഇതിൽ ഒരു മെയിൻ ഇൻഫ്ലുവൻസ് എന്താണെന്ന് വെച്ചാൽ പീപ്പിൾ ഐ സ്റ്റേഡ് വിത്ത് ആൻഡ് കുറച്ചൊക്കെ ഒന്ന് ട്രാവലൊക്കെ ചെയ്തപ്പം അതും കുറച്ച് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബുക്സ്, നൗഡേയ്സ് ഐ എം മോർ ഇൻ ടു മോട്ടിവേഷണൽ ആൻഡ് സെൽഫ് ഡെവലപ്മെൻറ്റ് തിങ്സ്. സോ അങ്ങനത്തെ ബുക്സ് വായിക്കുന്നതും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഐ തിങ്ക് ഐ ആം എ സ്ട്രോങ്ങർ ബെറ്റർ പേഴ്സൺ ഇൻ 2020, or at least when 2020 is going to end, I think that is how I am different than in 2019. Okay, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. What were your biggest challenges and how have you dealt with it? I think challenge was YouTube. Yeah. കുറച്ചധികം സംസാരിക്കുമെങ്കിലും ഐ വാസ് കൈൻഡ് ഓഫ് എ റിസർവ്ഡ് പേഴ്സൺ. ഈവൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലും പബ്ലിക്കാക്കുക അല്ലെങ്കിൽ പബ്ലിക്കലി ഇതുപോലെ എന്നെ തന്നെ പ്രസൻറ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് എനിക്ക് ഭയങ്കര ഡിസ്കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. സോ ഈ ചാനൽ ആദ്യം തുടങ്ങിയതും വിത്തൗട്ട് മൈ ഫേസ് തന്നെയാണ്. ഞാൻ എൻ്റെ മുഖം കാണിക്കാണ്ടാണ് ഈ ചാനലിൽ ആദ്യത്തെ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് അതിന് ശേഷം എൻ്റെ ഫ്രണ്ട്സ് അവർ തന്നെയാണ് കാരണം.
അവരെല്ലാവരും കൂടെ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് പുഷ് ചെയ്ത് എന്താ ഇറ്റ് കെയിം ടു ദാറ്റ് പോയിന്റ് ഐ തോട്ട് ടു മൈ സെൽഫ് എനിക്ക് എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരണം, എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു തോട്ട് എനിക്ക് വന്നപ്പോൾ ഐ വാസ് ലൈക്ക് എനിവേ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി, ലെറ്റ്സ് ഡു ഇറ്റ് ആസ് യൂഷ്വൽ അല്ലേ. എൻ്റെ ഒരു ഷെല്ല് ബ്രേക്ക് ചെയ്ത് പുറത്ത് വരിക എന്ന് പറയുന്നൊരു സംഭവം, ലെറ്റ്സ് ഡു ഇറ്റ് എന്ന് പറഞ്ഞ് പ്രിപ്പയർ ചെയ്ത് വേറെയുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഐ വാസ് ഏബിൾ ടു ഡു ദാറ്റ്. അത് തന്നെയായിരുന്നു എൻ്റെ വലിയൊരു ചാലഞ്ച് എന്ന് എനിക്ക് തോന്നുന്നത്, ടു കം ഔട്ട് ഓഫ് മൈ കംഫർട്ട് സോൺ ആൻഡ് ക്രിയേറ്റ് സംതിങ് ദാറ്റ് ഐ ലവ് ഡൂയിങ് എന്നുള്ളത്. സോ ദാറ്റ് വാസ് മൈ ചാലഞ്ച്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. ഹൂ വേർ ദി പീപ്പിൾ ഹൂ ഹാഡ് ഗ്രേറ്റസ്റ്റ് ഇമ്പാക്റ്റ് ഇൻ യുവർ ലൈഫ് ഇൻ 2020? സോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ 2020 മുക്കാൽ ഭാഗവും ഞാൻ സ്പെൻഡ് ചെയ്തത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ്. സോ എനിക്ക് തോന്നുന്നു 2020 ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് അവർ തന്നെയാണ്. കുട്ടിക്കാലം തൊട്ടേ ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ ഒന്നിച്ച് നിൽക്കാൻ നേരത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അത് റിലേഷനെ തന്നെ ചിലപ്പോൾ എഫക്റ്റ് ചെയ്തു എന്ന് വരും. സോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോകാൻ പറ്റിയതിനും പിന്നെ അവരിൽ നിന്നും എനിക്ക് കുറേ പഠിക്കാനും പറ്റി. ദാറ്റ് ഈസ് ഓൾസോ സംതിങ് ഗ്രേറ്റ്. ഇപ്പം ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിവിന ഡോട്ട്സിൻ്റെ ക്രിയേറ്റർ. സോ വിവിന ഈസ് ലൈക്ക് എ വെരി ഫൺ ലവിങ് കാഷ്വൽ പേഴ്സൺ. അവളായിട്ട് എന്ത് നമ്മൾ ഷെയർ ചെയ്താലും അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഒപ്പീനിയൻസ് കാണും, പക്ഷെ ഷീസ് ലൈക്ക് വെരി ഫൺ ലവിങ് പേഴ്സൺ. അതുകൊണ്ട് തന്നെ എപ്പോഴും അവൾ ചുറ്റുമുള്ളപ്പം ഇറ്റ്സ് ലൈക്ക് ഫൺ ഓൾവേസ്. പിന്നെ ഞാനും അവളുടെ ചേച്ചിയും കൂടെ അവളൊക്കെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. ബട്ട് ഷീ നെവർ ഗിവ്സ് അപ്പ് ഓർ ഷീ ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ ഇറ്റ്. എനിക്കത് കാണുമ്പോഴും ഭയങ്കര അതിശയം തോന്നാറുണ്ട്, ഇത്രയും കളിയാക്കിയിട്ട് അവൾ പിടിച്ച് നിൽക്കുന്നല്ലോ എന്നുള്ളത്. സോ ദിസ് ഈസ് ഓൾ ലൈക്ക് സ്മോൾ തിങ്സ് വി ലേൺ ഫ്രോം അതേഴ്സ് അല്ലേ. ദാറ്റ് ഈസ് സംതിങ് ഐ ഹാവ് ലേൺഡ് ഫ്രം വിവിന. ഇപ്പം വെനീഷ അവളുടെ ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് എൻ്റെ 1-2 വീഡിയോസിൽ അവളെ കണ്ടിട്ടുണ്ടാവും, കോഫി ടെസ്റ്റിംഗ് വീഡിയോയിലൊക്കെ. സോ അവളുടെ കാര്യം പറയുകയാണെങ്കിൽ ഷീ ഈസ് ലൈക്ക് വെരി പേഷ്യൻറ്റ് കാം പേഴ്സൺ ആണ്. അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരുമോ അങ്ങനെയൊന്നുമില്ല. അവളുടെ ആ ഒരു കാംനെസ്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു കാമായിട്ട് നിൽക്കാനുള്ള, കുറേ നേരത്തേന് അങ്ങനെ തന്നെ കാമായിട്ട് റിയാക്ട് ചെയ്യാണ്ട് ആ ഒരു കാംനെസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഇസ് എ ഗ്രേറ്റ് തിങ്. സോ അവളുടെ അടുത്തുനിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം അതാണ്, ഹൗ ടു ബി ലൈക്ക് കാം. വെറുതെ റിയാക്ട് ചെയ്ത് പ്രശ്നങ്ങൾ വഷളാക്കാതിരിക്കുക എന്നുള്ള ഒരു സംഭവം. They both are the person who had greatest impact in my life in 2020. Okay, അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദാറ്റ് യു ആർ സൂപ്പർ പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ഇൻ 2020? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഫാക്ടർ തന്നെയായിരിക്കും. The thing that I am super proud of is being a better person or being a stronger person than last year. So it is something that I have worked hard on and I have developed that thing. So I am super proud of being a better person and a stronger person in 2020. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ യൂട്യൂബ്. Even though I had so many obstacles in my way, I never gave up on YouTube and I'm still making videos. So that is something I am really proud of. എൻ്റെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്ന് ഇങ്ങനെ വീഡിയോസ് ഉണ്ടാക്കുക, പിന്നെയും വീഡിയോ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഇസ് സംതിങ് ഐ ആം സൂപ്പർ പ്രൗഡ് ഓഫ്. സോ ഇത് രണ്ടും ആയിരിക്കണം ദി തിങ്സ് ദാറ്റ് ഐ ആം പ്രൗഡ് ഓഫ് ഇൻ ദിസ് ഇയർ. പിന്നെ വീഡിയോ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, ത്രൂ കമൻസ് ഐ ഗെറ്റ് ടു നോ സോ മെനി പീപ്പിൾ എൻജോയ് മൈ വീഡിയോസ്. എനിക്കുള്ള കുറച്ച് ആൾക്കാരാണെങ്കിലും ദേ എൻജോയ് മൈ വീഡിയോസ്. ഈവൻ മൈ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അവരെല്ലാവരും നല്ല വീഡിയോ ആയിരുന്നു എന്നൊക്കെ പറയാൻ നേരത്ത്, ഇറ്റ് വാസ് ഹെൽപ്ഫുൾ എന്ന് കേൾക്കാൻ നേരത്ത് ഐ ഫീൽ സൂപ്പർ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. സോ അതും ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അടുത്തത് നമ്മൾ അവസാനത്തോട്ട് കിടക്കുകയാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ. What are you most grateful for this year? This year is a very difficult year അല്ലേ. നമ്മൾ ഇതിനു മുമ്പൊന്നും കാണാത്ത അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കാത്ത ഒരു ഇയർ ആയിരുന്നു 2020.
സോ എനിക്ക് തോന്നുന്നു എല്ലാവരും ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുന്നതും അല്ലെങ്കിൽ എല്ലാവരും ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കേണ്ടതുമായിട്ടുള്ള ഈ വർഷത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം ഇസ് അവർ ഹെൽത്ത്, അല്ലേ? ബിക്കോസ് എത്രയോ പേർക്ക് ഈ ഒരു കൊറോണ വൈറസ് എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ പിടിപെട്ടു, എത്രയോ പേർക്ക് വയ്യാതായി, എത്രയോ പേര് മരിച്ചുപോയി. സോ ദിസ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് യു നീഡ് ടു ടേക്ക് ഗ്രാൻറ്റഡ്. നമ്മളിപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കിതുവരെ ആ ഒരു അസുഖം പിടിപെട്ടില്ല, നമ്മളിപ്പോഴും സ്ട്രോങ് ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളത് സംതിങ് ദാറ്റ് യു നീഡ് ടു ബി റിയലി ഗ്രേറ്റ്ഫുൾ ടു ഗോഡ് എന്ന് എനിക്ക് തോന്നുന്നത്. സോ ഐ തിങ്ക് ദി ഫസ്റ്റ് തിങ് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ഇയർ ഇസ് മൈ ഹെൽത്ത്. എൻ്റെ മാത്രമല്ല, എൻ്റെ ചുറ്റുമുള്ള ആർക്കും അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ആർക്കും ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. സോ ടച്ച് വുഡ്, ഐ തിങ്ക് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് ടു ഗോഡ്. എല്ലാവരെയും കാത്ത് രക്ഷിച്ചത് കൊണ്ട്. സോ ഐ തിങ്ക് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ഹെൽത്ത് ഓഫ് മൈസെൽഫ് ആൻഡ് ദി പീപ്പിൾ ഐ ലവ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, അല്ലേ? ഹെൽത്ത് ഇല്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് എന്തിനാ. അടുത്ത കാര്യം ഐ ആം മോസ്റ്റ് ഗ്രേറ്റ്ഫുൾ ഫോർ ഇസ് ദി ഫിനാൻസ് ഓർ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റസ്, ഐ വുഡ് സേ. ബിക്കോസ് ഈ ഒരു വർഷം ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ഫോർ എവ്രി വൺ. ഈവൻ ഫിനാൻഷ്യൽ കാര്യത്തിലാണെങ്കിലും അതെ, കുറേ പേർക്ക് ജോലി നഷ്ടപ്പെട്ടു, കുറേ പേർക്ക് ജോലി ഇല്ലാതായി, അപ്പം സാലറി ഇഷ്യൂസ് അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ വന്നു. സോ അങ്ങനത്തെ ഒരു പ്രശ്നം എൻ്റെ പാരൻസിന് ഉണ്ടായിട്ടില്ല. സോ ഐ തിങ്ക് ഐ ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ all that I have around. This will be two things, and I would really like to add one more thing. The third thing that I'm grateful for is the people around me. My relationships. എന്നെ സപ്പോർട്ട് ചെയ്യുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. സോ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദം. ഈവൻ ഈ യൂട്യൂബ് തുടങ്ങുന്ന സമയത്താണെങ്കിൽ ഐ വാസ് വെരി സ്കെപ്റ്റിക്കൽ. എന്നെ കുറേ പേര് മെൻ്റലി സപ്പോർട്ട് ചെയ്ത് യു ക്യാൻ ഡു ഇറ്റ്, നിന്നെക്കൊണ്ട് പറ്റും എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് കൂടിയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്. സോ പിന്നെ ഈ വർഷം ഇസ് ലൈക്ക് എല്ലാവരുമായിട്ടുള്ള ഒരു കണക്ഷൻ ഒന്ന് അങ്ങോട്ട് വിട്ടുപോയി. ഇപ്പം കോളേജ് മേറ്റ്സ് ആണെങ്കിലും അതെ, നമ്മളെപ്പോഴും കാണുന്നവരൊക്കെ ആയിട്ടുള്ള ഒരു കണക്ഷനേ അങ്ങോട്ട് പോയി. സോ ദിസ് ഇയർ ആക്ച്വലി ടോട്ട് മീ ഹൂ റിയലി കെയർസ്, ഹൂ ആർ ദി പീപ്പിൾ ഹൂ റിയലി കെയർ അബൌട്ട് യു, ഓർ ഹൂ ആർ ദി പീപ്പിൾ ടു ഹൂം യു മീൻ എ ലോട്ട് എന്നുള്ളത് ശരിക്കും മനസ്സിലായൊരു വർഷവും കൂടിയാണ് ഈ വർഷം. ദിസ് ഇയർ ഹാസ് ടോട്ട് മീ സോ മെനി തിങ്സ്, ആൻഡ് അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഈ 3 കാര്യങ്ങൾ. ഓക്കെ, അടുത്തത് നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, വാട്ട് ഈസ് ദി ഗ്രേറ്റസ്റ്റ് ലെസൺ യു ലേൺഡ് ഇൻ 2020? നമ്മൾ കുറേ പഠിച്ച് കാണും, ഓരോ വർഷവും നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുമല്ലോ. ബട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ലവ് യുവർ സെൽഫ്. ഇതൊരു ചെറിയ കാര്യമാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ പലവരെയും സ്നേഹിക്കും, അല്ലെങ്കിൽ നമ്മൾ പലർക്കു വേണ്ടിയും പല കാര്യങ്ങളും ചെയ്യും. പക്ഷേ മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ മറന്നു പോകുന്ന ഒന്നാണ് സെൽഫ് ലവ്. വി ആർ ഓൾവേസ് ദെയർ ഫോർ അവർ സെൽഫ് എന്നുള്ളൊരു ഒരു വിശ്വാസം. ആരില്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റും എന്ന് വെച്ചാൽ എല്ലാവരും വെറുപ്പിക്കണം എന്നൊന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ വേറെയുള്ളവരൊന്നും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ല എന്നൊന്നുമല്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ എവ്രി വൺ ടു ബി ദെയർ അറൗണ്ട് അസ് ത്രൂ ഔട്ട് അവർ ലൈഫ്. ചില സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോവും. സോ ആ ഒറ്റപ്പെടലിലും ടു ലവ് യുവർ സെൽഫ് ആൻഡ് ബി കംഫർട്ടബിൾ വിത്ത് യുവർ സെൽഫ് ആൻഡ് എൻജോയ് ദി കമ്പനി ഓഫ് യുവർ സെൽഫ്. ഈ ഒരു സംഭവമാണ് ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചത് ഈ വർഷം. യു മൈറ്റ് ഹാവ് സം ഫോൾട്ട്സ് ഹിയർ ആൻഡ് ദർ. നോ വൺ ഈസ് പെർഫെക്റ്റ് ഇൻക്ലൂഡിങ് മീ. സോ ആരും പെർഫെക്റ്റ് ആയിട്ടുള്ളവരൊന്നും അല്ല. അപ്പം ബട്ട് സ്റ്റിൽ വി ഷുഡ് എംബ്രേസ് ദാറ്റ് തിങ്. ദാറ്റ് ഇസ്, അങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ വി നീഡ് ടു വർക്ക് ഫോർ ദാറ്റ് തിങ്, വി നീഡ് ടു കറക്റ്റ് ദാറ്റ് തിങ് ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് ഓക്കെ യു ആർ ലൈക്ക് ദാറ്റ് ഓർ യു ആർ ബാഡ്. ഓർ നമ്മളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്ത് താഴ്ത്തല്ല വേണ്ടത്. ആ പ്രോബ്ലത്തിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലിങ്ങിൽ നിന്ന് പുറത്ത് വരിക എന്നുള്ളതാണ്
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നും കൂടെ ഞാൻ ഈ വർഷം പഠിച്ചു. സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെസൺ ദാറ്റ് ഐ ലേൺഡ് ദിസ് ഇയർ ഇസ് സെൽഫ് ലവ്, അല്ലെങ്കിൽ ലവ് യുവർ സെൽഫ് എന്നുള്ളൊരു കാര്യം. ഇതിന് ഒരു മെയിൻ റീസൺ, അല്ലെങ്കിൽ ഇത് ഇത്രയും എനിക്ക് ടച്ച് ചെയ്യാനുള്ള ഒരു കാര്യം ഇസ് ഓഫ് കോഴ്സ് BTS. BTSനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ദി അടിപൊളി K-pop ബാൻഡ് ഔട്ട് ദെയർ. ഞാനൊരു ഇംഗ്ലീഷ് പാട്ട് പോലും കേൾക്കാത്ത ഒരാളായിരുന്നു. ഐ നെവർ എൻജോയ്ഡ് ഇംഗ്ലീഷ് സോങ്സ്. എനിക്ക് കൂടുതലും മലയാളം പാട്ടുകൾ, നമ്മുടെ നാട്ടിലെ പാട്ടുകളൊക്കെ ആയിരുന്നു ഇഷ്ടം. സോ ഐ ഹാവ് നെവർ വെഞ്ചേർഡ് ഇൻ ടു ദാറ്റ്. ഇപ്പം ഞാൻ കേൾക്കുന്ന ഓൺലി സോങ്സ് ആർ ഫ്രം BTS. അപ്പം യു നോ ഹൗ മച്ച് ഐ എം ഒബ്സെസ്ഡ് വിത്ത് ദെയർ സോങ്സ് എന്നുള്ളത്. ഇതിന് ഞാൻ വലിയൊരു താങ്ക്സ് പറയേണ്ടത് ഈന ഡോട്ട്സ് വിവിനെ തന്നെയാണ്. ഷീ ഈസ് ദി വൺ ഹു ഇൻട്രൊഡ്യൂസ്ഡ് മീ ടു BTS ആൻഡ് മേഡ് മീ എ BTS ആർമി. സോ മോർ ഓവർ ദ സോങ്സ്, അവരുടെ സോങ്സിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ അവർ 7 പേര് ആസ് ഹ്യൂമൻ ബീങ്സ്, അവരുടെ ഓരോ ഷോസും അല്ലെങ്കിൽ അവരുടെ ഓരോ ഇവൻറ്റ്സും നമ്മൾ കാണാൻ നേരത്ത് തന്നെ വി ഗെറ്റ് ടു നോ ഹൗ ബ്യൂട്ടിഫുൾ പീപ്പിൾ ദേ ആർ അറ്റ് ഹാർട്ട്. സോ അവരും എന്നെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ അടുത്തും നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടാവും അല്ലേ. സോ ഓഫ് കോഴ്സ് അവരുടെ അടുത്തുനിന്നും ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട്. ഹൗ ടു ബി എ സിമ്പിൾ പേഴ്സൺ, ഹൗ ടു റെസ്പെക്റ്റ് എവ്രി വൺ, ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവരും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. സോ അവരുടെ ചെറിയ നല്ല കാര്യങ്ങളിലൂടെ അവർ പല ആൾക്കാരും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് മീ. എനിവേ ഈ ടോപ്പിക്കിലായതുകൊണ്ട് ഞാൻ പറയാണ്, എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് സോങ് എന്ന് പറയുന്നത് ജങ്കുക്കിൻ്റെ സ്റ്റിൽ വിത്ത് മീ എന്ന് പറയുന്ന പാട്ടാണ്. ദാറ്റ് ഈസ് മൈ ആബ്സല്യൂട്ട് ഫേവറേറ്റ് എന്ന് പറയുന്നത്. പിന്നെ BTSൻ്റെ പാട്ടുകളിൽ എനിക്കിഷ്ടം ഡൈനമൈറ്റ്, ലൈഫ് ഗോസ് ഓൺ, ബ്ലൂ ആൻഡ് ഗ്രേ ആണ് എൻ്റെ സെക്കൻഡ് ഒബ്സഷൻ എന്ന് പറയുന്നത്. സോ ദീസ് സോങ്സ് ആർ മൈ ഓൾ ടൈം ഫേവറേറ്റ്സ്. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഐ ആം ഒബ്സെസ്ഡ് വിത്ത് BTS. അവരുടെ ഷോസ് കാണുക, അവരുടെ പാട്ട് കേൾക്കുക, ഇതൊക്കെയാണ് ഞാൻ വല്ലാണ്ട് എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ. സോ അതുകൊണ്ട് കുറച്ച് എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞു പോയതാണ്. ലെറ്റ്സ് കീപ് ഇറ്റ് അസൈഡ്, ഓക്കെ. അപ്പം ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ സെഷനിലൂടെ നമ്മൾ ശരിക്കും ഒന്ന് ചെയ്തത് ലൈറ്റായിട്ട് നമ്മുടെ 2020 റിഫ്ലക്റ്റ് തന്നെയാണ് ചെയ്തത്. സോ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്ത 10 ക്വസ്റ്റ്യൻസ്, ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് പോസിറ്റീവ് സൈഡ്. ഞങ്ങൾ അത്ര ഒരു നെഗറ്റീവ് കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ബിക്കോസ് സം തിങ്സ് ആർ ദാറ്റ് ദാറ്റ് വി ലൈക്ക് ടു കീപ്പ് ഇറ്റ് പേഴ്സണൽ അല്ലേ. സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ദിസ് വാസ് എ കൊളാബറേഷൻ വീഡിയോ, നേരത്തെ പറഞ്ഞ പോലെ. താങ്ക് യു സോ മച്ച് ഈന ഡോട്ട്സ് ആൻഡ് ഗേൾ ഓൺ ബീറ്റ്സ് ഫോർ ജോയിനിങ് മീ ഇൻ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി നമുക്ക് 2021 കാണാം. ടാറ്റാ.